അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അൻ-നസ്ർ ആണ്. ആദ്യത്തെ ചോദ്യം, അൻ-നസ്ർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, സഹായം എന്നാണ് അർത്ഥം. ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള വിജയകരമായ സഹായത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഈ സൂറത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം, സൂറത്തുൽ തൗദിയ, വിടവാങ്ങൽ സൂറത്ത് എന്നാണ്. അടുത്ത ചോദ്യം, ഈ സൂറത്തിനെ വിടവാങ്ങൽ സൂറത്ത് എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഉത്തരം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന സൂചന ഈ സൂറത്ത് നൽകുന്നതിനാലാണ്. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ പരാമർശിക്കുന്ന ഫത്ഹ് അല്ലെങ്കിൽ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സംഭവമാണ്? ശരി ഉത്തരം, ഹിജ്റ 8-ാം വർഷം നടന്ന മക്ക വിജയം, ഫത്ഹ് മക്ക. വിജയം കൈവരിച്ചാൽ പ്രവാചകനോട് ചെയ്യാൻ കൽപ്പിച്ച 2 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ശരി ഉത്തരം, അള്ളാഹുവെ പുകഴ്ത്തുക അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലുക. രണ്ടാമത്തേത് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അടുത്ത ചോദ്യം, ഇദാ ജാഅ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിൻ്റെ ആദ്യ വചനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്ത്? ശരി ഉത്തരം, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ. അടുത്ത ചോദ്യം, ഈ സൂറത്ത് അവതരിച്ച ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരങ്ങളിൽ വർദ്ധിപ്പിച്ച ദിക്ർ ഏതാണ്? ശരി ഉത്തരം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അടുത്ത ചോദ്യം, തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥമെന്ത്? ശരി ഉത്തരം, പശ്ചാത്താപം ധാരാളമായി സ്വീകരിക്കുന്നവൻ. അടുത്ത ചോദ്യം, മക്ക വിജയത്തിന് മുമ്പ് അറബികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ മടിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, ഖുറൈശികളുടെ നിലപാട് അറിയാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. മക്ക വിജയിച്ചതോടെ അള്ളാഹു സത്യവിശ്വാസികൾക്കൊപ്പമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അടുത്ത ചോദ്യം, ഈ സൂറത്ത് നൽകുന്ന പ്രധാന രാഷ്ട്രീയ പാഠം എന്ത്? ശരി ഉത്തരം, അധികാരം ലഭിക്കുമ്പോഴോ വിജയിക്കുമ്പോഴോ അഹങ്കരിക്കരുത്, മറിച്ച് അള്ളാഹുവിന് കീഴടങ്ങുകയും വിനയാന്വിതനാവുകയും വേണം. വഫാത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് ആർക്കാണ് ഓതി കേൾപ്പിച്ചത്? തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് രഹസ്യമായി തൻ്റെ മരണം അടുത്തെന്ന് ഈ സൂറത്തിലൂടെ സൂചിപ്പിച്ചു.